ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ചോക്ലേറ്റ് മൂസും സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് മിക്സിയിലിട്ട് ചോക്ലേറ്റ് മൂസ് അടിച്ച് നന്നായിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് പോയിട്ട് നേരെ സാൻഡ്വിച്ചിനായി ചട്ടിയൊക്കെ നന്നായിട്ട് നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നല്ല ചട്ടി ഇട്ടതിന് വെച്ചിട്ട് ഇവിടെ അണ്ടി ഞങ്ങളിതാ വീണ്ടും അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര. അതിനുശേഷം ഞങ്ങൾ വീണ്ടും മിക്സ് ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ ഇനി അടുത്തത് സാൻഡ്വിച്ച് ഉണ്ടാക്കണം. അപ്പോൾ സാൻഡ്വിച്ചിൻ്റെ കാര്യത്തിൽ പോയിട്ട് പൊടികളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ സാൻഡ്വിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ തിന്ന് അപ്പോൾ അതായത് നമ്മൾ അത് അടിച്ച് ഒന്നുകൂടി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ സാൻഡ്വിച്ചിൻ്റെ കാര്യം നമുക്ക് പോയി നോക്കാം. അപ്പോൾ സാൻഡ്വിച്ച് തരാണ്ട് അതിൻ്റെ ഓംപ്ലേറ്റിൽ നന്നായിട്ട് സവാള ഒക്കെ ഇടാനായിട്ട് സവാള അരിയാം നമുക്ക് വേഗം പോയിട്ട്. അപ്പോൾ നമുക്ക് സവാള അരിഞ്ഞിട്ട് കാണാം. അപ്പോൾ അതാണ് നമ്മൾ സവാള അരിയാനായിട്ട് ഇട്ടിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് ഉപ്പിടാം ഇതിൽ. അതുകൊണ്ട് നമ്മൾ ഉപ്പിട്ടതിന് ശേഷം ഇച്ചിരി എന്നിട്ട് നമ്മൾ സവാള ഇട്ടതിന് ശേഷം നന്നായിട്ട് സവാള അരിയണം. അടി ഓംപ്ലേറ്റിലോട്ട് ഇടുന്നുണ്ട്. നന്നായിട്ട് കലക്കണം. അതിന് മുമ്പ് നമ്മൾ നന്നായിട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഇടണം. അടുത്ത് നമ്മൾ നേരെ അത് പൊരിച്ചെടുക്കാം. പൊരിച്ചെടുത്തിട്ട് നമ്മളത് സാൻഡ്വിച്ച് പോലെ ആക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് പൊരിച്ചെടുക്കണം ഇനി. അപ്പം നിങ്ങൾ പ്രത്യേകം കാര്യം ശ്രദ്ധിക്കണം, കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ തേക്കണം. എന്നിട്ട് വേണം നിങ്ങൾ ഈ പണി ചെയ്യാൻ, അല്ലെങ്കിൽ ഈ പണി കിട്ടും. അപ്പം നമുക്ക് വേഗം ചെയ്ത് വെളിച്ചെണ്ണ വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ ടോസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തതാ എല്ലാം കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓംപ്ലേറ്റ് പൊരിക്കാം. എന്നിട്ട് നമുക്ക് വേഗം ഓംപ്ലേറ്റ് പൊരിക്കാനായിട്ട് ചട്ടിയൊക്കെ ചൂടാക്കി വെക്കാനായിട്ട് നമ്മൾ ഓംപ്ലേറ്റ് പൊരിച്ച് ഗ്യാസ് നമ്മൾ സവാള അരിയാൻ മറന്നപ്പോൾ നമ്മൾ വീണ്ടും പോയി നമ്മൾ സവാള അരിഞ്ഞിട്ട് മുട്ട ഉണ്ടാക്കി നമ്മൾ ചട്ടിയിലൊക്കെ പൊരിച്ച് സെറ്റാക്കിയതാ വെച്ചിട്ടുണ്ട്. നമുക്കിത് പോയി വേഗം മുറിച്ചിട്ട് നല്ല മുട്ടപ്പനാക്കിയെടുക്കുന്ന കുറച്ച് മുട്ട ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ മുറിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇത്തിരി സവാള ഒക്കെ ഇട്ട് നല്ല രസമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ബൈ.